വിദ്യാർത്ഥികളിൽ ചിക്കൻ ബോക്സ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചു. മാർച്ച് 3 വരെ റെഗുലർ ക്ലാസുകളും മറ്റ് അക്കാദമിക് പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കില്ല. നഷ്ടപ്പെട്ട ക്ലാസുകൾ പിന്നീട് പുനഃക്രമീകരിക്കും. സ്വന്തന സാജുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വന്തന, എങ്ങനെ പുനഃക്രമീകരിക്കാനാണ് ആലോചിക്കുന്നത് ക്ലാസുകൾ, നഷ്ടപ്പെട്ട ക്ലാസുകൾ? ശ്രുതി, അശ്വതി, നമുക്കറിയാം ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും ചിക്കൻ ബോക്സ് കാര്യമായി തന്നെ വ്യാപിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ചിക്കൻ ബോക്സ് വ്യാപകമായി തന്നെ പരക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കോളേജ് അടുത്ത 6 ദിവസത്തേക്ക് അടച്ചിടാനാണ് ഇപ്പോൾ കോളേജ് അധികൃതരുടെ തീരുമാനം. നാളെ മുതൽ മാർച്ച് 3 വരെയുള്ള 6 ദിവസം കോളേജ് അടച്ചിടാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസുകളോ മറ്റ് അക്കാഡമിക് പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോളേജ് എന്തായാലും അടച്ചിരിക്കുന്നത്. നിലവിൽ നഷ്ടപ്പെടുന്ന ക്ലാസുകൾ അതാത് മുറയ്ക്ക് കോളേജ് തുറന്ന ശേഷം പുനഃക്രമീകരിക്കും എന്നുള്ള കാര്യമാണ് എന്തായാലും കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മറ്റു കുട്ടികൾക്ക് നിലവിൽ ഇപ്പോൾ കുറച്ച് അധികം കുട്ടികൾക്ക് രോഗം വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു കുട്ടികളിലേക്ക് കൂടി ഇത് പടരാതിരിക്കുക എന്നുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായി മാത്രമാണ് കോളേജ് അടച്ചിരിക്കുന്നത്. മറ്റാശങ്കയുടെ സാഹചര്യങ്ങളൊന്നും തന്നെ കോളേജിൽ നിലനിൽക്കുന്നില്ല എന്നുകൂടി ഏതായാലും കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും ചിക്കൻ ബോക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കോളേജിലും ഈ ചിക്കൻ ബോക്സ് വ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോളേജ് ഒരാഴ്ചത്തേക്ക് അടച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാഴ്ചത്തേക്കാണ് കോളേജ് അടച്ചിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് സ്വന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക്.